ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ സിക്സാക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ സിക്സാക് സ്റ്റിച്ച് ഉപയോഗിച്ച് ഇതുപോലത്തെ പിക്ചേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് 3 പിക്ചേഴ്സ് യെല്ലോ കാർബൺ ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമാണ് എടുത്തിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ചെറി, സാന്താക്ലോസിൻ്റെ ഫേസ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ട്രീ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതുപോലെ തന്നെയാണ് മറ്റുള്ളതെല്ലാം ചെയ്തെടുക്കുന്നത്. ആദ്യം ഗ്രീനും ഒരു കോഫി ബ്രൗണുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ട്രീയുടെ ലീഫ് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 2 ഗ്രീൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രീനിൻ്റെ 2 ടിപ്പും ഇതുപോലെ നോട്ടിട്ടെടുക്കാം. നോട്ടിട്ടെടുത്ത ശേഷം ആദ്യം ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സിക്സാഗ് സ്റ്റിച്ച് രണ്ടാമത് കൊടുത്ത് ചെയ്തെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് സിക്സാഗ് സ്റ്റിച്ച് നോർമൽ ത്രെഡിലും സെറിയിലും ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷമാണ് സിക്സാഗ് കൊടുത്തെടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം സിക്സാഗ് കൊടുത്തെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ സിക്സാഗ് കൊടുത്ത് ഈ 3 പിക്ചർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ടേബിൾ ക്ലോത്ത്, കുഷൻ കവർ, കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ് ഈ സിക്സാഗ് സ്റ്റിച്ച്. ഇതുപോലെ സിക്സാഗ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഫേസിൽ ഒരിക്കലും സിക്സാഗ് സ്റ്റിച്ച് കൊടുക്കരുത്. അവിടെ നോർമൽ ചെയിൻ സ്റ്റിച്ച് മാത്രമേ കൊടുക്കാവൂ. ആ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ചെയിൻ തീരെ ചെറിയ ചെയിൻ ഇട്ടേ എടുക്കാവൂ, വലിയ ചെയിൻ ഇടരുത്. 3 പിക്ചറും സിക്സാഗ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ട്രീയുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് സെറിയാണ്. ഇതുപോലെ പല ഡിസൈൻസും കൊടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ്, അങ്ങനെയുള്ള ഓട്ടം ലീവ്സൊക്കെ ഇല്ലേ, ആ ലീവ്സൊക്കെ ഇതുപോലെ കൊടുത്ത് സ്കാറ്ററിങ് കണക്ക് കൊടുത്ത് ടേബിൾ ക്ലോത്തോ കുഷൻ കവറോ അങ്ങനെയുള്ള കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ് ഈ സിക്സാഗ് സ്റ്റിച്ച്.